കോൺഗ്രസിന് തലവേദനയായി ഘടകകക്ഷികൾ 2 മന്ത്രിസ്ഥാനം വേണമെന്നതിൽ കേരള കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. മറ്റ് ഫോർമുലകൾ അംഗീകരിക്കില്ലെന്നാണ് പാർലമെന്ററി പാർട്ടി ലീഡർ മോൻസ് ജോസഫ് മീഡിയയോട് പറഞ്ഞത്. ടൈം വ്യവസ്ഥയിൽ അതൃപ്തി പരസ്യമാക്കി മാണി സി കാപ്പൻ രംഗത്തെത്തിയിട്ടുണ്ട്. മന്ത്രിസ്ഥാനം 5 വർഷം തന്നെ വേണമെന്നും പറഞ്ഞവർ വാക്ക് പാലിക്കണമെന്നുമാണ് മാണി സി കാപ്പൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളതിനെ കാണുന്നത് ഞങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസിന് അർഹമായത് കിട്ടുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കവുമില്ല. മുസ്ലിം ലീഗിന് അർഹമായത് കൊടുക്കുന്നതിലും മറ്റ് ഘടകകക്ഷികൾക്ക് അർഹമായ പരിഗണന കൊടുക്കുന്നതിനൊക്കെ സന്തോഷമേ ഉള്ളൂ. പക്ഷേ കേരള കോൺഗ്രസിന് അർഹമായത് കിട്ടണമെന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് അതിനകത്തുള്ളൂ. അതുകൊണ്ട് മറ്റ് കക്ഷികളുടെ അവർക്ക് ലഭിക്കുന്ന സ്ഥാനങ്ങളെക്കുറിച്ച് ഒരു പരിഭവമോ അതൃപ്തിയോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. അതെല്ലാം തൃപ്തികരമായി തന്നെ, അതാണല്ലോ ടീം UDFിൻ്റെ വിജയം. അങ്ങനെ നടക്കട്ടെ എന്നുള്ളതാണ്. ആ ടീം UDFിൽ തൃപ്തികരമായി കേരള കോൺഗ്രസിനെ കൂടി ചേർത്ത് പിടിക്കണം എന്നതേ ഞങ്ങൾ. പാലയിൽ വീണ്ടും വന്നാൽ UDFിന്റെ ഭാഗമായി നേതാക്കൾക്ക് 5 വർഷം മന്ത്രിസ്ഥാനം നൽകാമെന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. VD സതീശൻ തന്നെ ഒന്ന് പ്രസംഗിച്ചല്ലേ പാലയിൽ. മാണി സി കാപ്പൻ അങ്ങോട്ട് പോകുന്ന വണ്ടിയിലായിരിക്കും, പൊടിവെച്ച വണ്ടിയിലായിരിക്കും തിരിച്ചു വരുന്നത്. അങ്ങനെ VD സതീശൻ പ്രസംഗിച്ചു. അതുപോലെ രമേശ് ചെന്നിത്തല പുള്ളി കൺവെൻഷൻ വന്നപ്പം അദ്ദേഹം അത് തന്നെ പറഞ്ഞു, പാലയ്ക്ക് ഒരു വലിയ സമ്മാനം കിട്ടാനിരിക്കുന്നു. VD സതീശൻ വാക്ക് പാലിക്കണം എന്നാണ് അല്ലേ? എല്ലാവരും രണ്ടാളും അങ്ങനെയാണെന്ന് പറഞ്ഞാലല്ലേ. ഇന്നലെ ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞു പറ്റിയല്ലോ, ഞാൻ അവിടെ പോന്നു. നിങ്ങളെ കാണാൻ ഞാൻ നിന്നില്ല, ഞാനിങ്ങനെ വിളിച്ചു പോയി. അനൂപ് ജേക്കബ് നിങ്ങളുടെ അടുത്തൊന്ന് മറുപടി പറഞ്ഞു, ഞാൻ പറയാൻ നിന്നില്ല. ഓപ്പണായിട്ടൊരു പ്രോബ്ലം ഉണ്ടാക്കി ഞാനില്ല. സുനിൽ ഐസക് വിവരങ്ങളുമായി ചേരും. സുനിൽ, ഈ 2ാം മന്ത്രിസ്ഥാനം ജോസഫിന്, അതുപോലെ മാണി സി കാപ്പന്റെ ഫുൾ ടൈം മന്ത്രിസ്ഥാനം, ഇക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? എന്തായാലും അജുംസ് 2 മണിയോടുകൂടി പട്ടിക ഗവർണർക്ക് കൈമാറാനാവില്ല എന്ന കാര്യം ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാറായി. കാരണം ലീഗിന്റെ കാര്യത്തിലും തീരുമാനമായില്ല, ജോസഫിന്റെ കാര്യത്തിലും തീരുമാനമായില്ല, മാണി സി കാപ്പന്റെ കാര്യത്തിലും ഇപ്പോഴും ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. അതായത് മന്ത്രിമാരുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ തങ്ങളെ ചുമതലപ്പെടുത്തി വീണ്ടും പാർലമെന്ററി പാർട്ടി യോഗം ലീഗിൻ്റെത് പിരിഞ്ഞിട്ടുണ്ട്. അത് 5ാം മന്ത്രിസ്ഥാനത്തിൽ ഇപ്പോഴും ഉറപ്പ് കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പിരിയേണ്ടി വന്നത്. ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് ഔദ്യോഗികമായി ആരൊക്കെയാണ് മന്ത്രിമാർ എന്ന് പ്രഖ്യാപിക്കുമെന്നായിരുന്നു ഇന്നലെ ലീഗ് നേതാക്കൾ അറിയിച്ചിരുന്നത്. അതെന്തായാലും നടന്നിട്ടില്ല. മറുഭാഗത്ത് KPCC ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് കോൺഗ്രസിനുള്ളിലെ ചർച്ചകളും ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയും ചില മന്ത്രിമാരുടെ പേരുകൾ തട്ടി തീരുമാനമാകാതെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അവിടെ ഷാനിമോൾ ഉസ്മാനെ മന്ത്രിയാക്കണോ ഡെപ്യൂട്ടി സ്പീക്കർ ആക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. IC ബാലകൃഷ്ണന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അതിനിടയിൽ KC വേണുഗോപാൽ മാത്യു കുഴൽനാടിനെ മന്ത്രിയാക്കണമെന്നൊരു ആവശ്യം വീണ്ടും ഉന്നയിച്ചിരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അക്കാര്യത്തിലൊരു സ്ഥിരീകരണമില്ല. ഒപ്പം T സിദ്ദിഖിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. N ശക്തനെ സ്പീക്കറാക്കണോ അതോ മറ്റെന്തെങ്കിലും പോസ്റ്റ് കൊടുക്കണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കാര്യത്തിലും തീരുമാനമാകാതെ കിടക്കുന്നു. അങ്ങനെ ഒരു വലിയ കൺഫ്യൂഷൻ. ഇനി ശരിക്കും ബാക്കി കോൺഗ്രസിന്റെ കയ്യിലുള്ളത് 3-4 മന്ത്രി സ്ഥാനം മാത്രമാണ്. ബാക്കിയൊക്കെ ഏതാണ്ട് മന്ത്രിമാർ ഉറപ്പായി. ഈ 3-4 മന്ത്രിമാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഈ തീരുമാനമാകാതെ ഇങ്ങനെ നിൽക്കുന്നത്. മറുഭാഗത്ത് കേരള കോൺഗ്രസിന്റെ കാര്യം. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിപ്പോൾ ഈ മുഖ്യമന്ത്രി അടക്കം 12 മന്ത്രിമാരാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നതെങ്കിൽ അല്ലെങ്കിൽ അവരെടുക്കുന്നതെങ്കിൽ ഈ സ്വാഭാവികമായും 2 മന്ത്രിസ്ഥാനം കേരള കോൺഗ്രസ് നൽകാൻ കഴിയാത്ത സാഹചര്യം വരും. കേരള കോൺഗ്രസ് വലിയ തോതിൽ ഉടക്കി നിൽക്കുകയാണ്. കാരണം അവരുടെ കടുത്ത വിമർശനം ഇക്കാര്യത്തിൽ അവരുടെ മുന്നണിക്കുള്ളിൽ നിന്ന് ഉയരുന്നുണ്ട്, അവരുടെ MLA-മാരുടെ മുന്നിൽ നിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ട് വിട്ടുവീഴ്ച വേണ്ട എന്നൊരു തീരുമാനം കേരള കോൺഗ്രസ് എടുക്കുന്നു. പക്ഷേ കടുത്ത തീരുമാനത്തിലേക്ക് അവർ പോകില്ലെന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസും ഉള്ളത്. ഒരുപക്ഷെ ഒരു മന്ത്രിസ്ഥാനവും ഒരു ക്യാബിനറ്റ് റാങ്കും എന്ന അവസാന ഫോർമുല ഒരുപക്ഷെ കേരള കോൺഗ്രസ് അംഗീകരിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. എന്തായാലും 2 മന്ത്രിസ്ഥാനം നിലവിലെ ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന് ലഭിക്കാനുള്ള സാധ്യത കുറഞ്ഞു വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പുറത്തത് മാണി സി കാപ്പൻ ടേം വ്യവസ്ഥയൊന്നും പറ്റില്ല, എനിക്ക് 5 വർഷവും മന്ത്രിസ്ഥാനം വേണം എന്ന നിലപാടിലേക്ക് എത്തുന്നു. കാരണം അനൂപ് ജേക്കബിന് ആദ്യത്തെ 2.5 വർഷവും പിന്നീടുള്ള 2.5 വർഷം മാണി സി കാപ്പനും എന്നാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ തനിക്ക് കൊടിവെച്ച കാറിൽ തിരിച്ച് പാലായിലേക്ക് പോകണമെന്ന ആഗ്രഹമാണ്, അല്ലെങ്കിൽ തന്നെ അങ്ങനെ വിടാമെന്ന് സതീശനും ചെന്നിത്തലയും ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് മാണി സി കാപ്പൻ പറയുന്നത്. അതുകൊണ്ട് വാക്ക് പാലിക്കണം, അല്ലാതെ തിരിച്ച് കൊടിയില്ലാത്ത കാറിന് പാലയിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് മാണി സി കാപ്പനും ഉള്ളത്. അങ്ങനെ പ്രതിസന്ധികൾ അവസാനിക്കുന്നില്ല. 2 മണിക്ക് എന്തായാലും ഗവർണറെ കാണൽ നടക്കില്ല. എന്തായാലും വൈകുന്നേരത്തോടു കൂടി ഒരു അന്തിമ പട്ടിക ഉണ്ടാക്കാനുള്ള ശ്രമമാണ്.